ഒരു അക്കൗണ്ടിനാണ്, ഒരാൾക്കല്ല, ഒരു അക്കൗണ്ടിനാണ് 5 ലക്ഷം രൂപ. അപ്പോൾ 20 ലക്ഷം രൂപ ഫ്രാൻസിനുണ്ടെങ്കിൽ 4 പേരിൽ 5-5 വെച്ചിട്ടാൽ ഫ്രാൻസിന് സുഖമായിട്ട് കിടന്നുറങ്ങാം. ബാങ്കിന് എന്ത് സംഭവിച്ചാലും ആ 20 ലക്ഷം രൂപ ഉടനെ തിരിച്ചു കിട്ടും. ഇത് DICGC മുംബൈ, അവർ ബാങ്ക് ഫെയിലായ ഉടനെ അവർ ആ ബാങ്കിനെ ഏറ്റെടുത്തിട്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനെല്ലാം ആ 5-5 ലക്ഷം രൂപ വെച്ച് അവർ പേ ചെയ്യും. കാരണം അതിനുള്ള ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് അടയ്ക്കുന്നുണ്ട്. ഇനി ഫ്രാൻസിസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. NBFCയിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് പൈസ ഇട്ടു, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 0. പിന്നെ അവർ ആ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്ത്, ബിൽഡിംഗ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്ത്, എല്ലാം തിരിച്ച് കിട്ടാത്ത കടങ്ങളെല്ലാം വന്ന ശേഷം ഉണ്ടെങ്കിൽ കിട്ടും. അതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് പലിശ കൂടുതൽ തരുന്നു എന്ന് മോഹിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും NBFCയുടെയും പുറകിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. നല്ല സ്ട്രോങ് ആയ കോപ്പറേറ്റീവ് സൊസൈറ്റിയും നല്ല സ്ട്രോങ് ആയ NBFC ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നുള്ളത് തന്നെയും ആ റിസ്ക് ഫാക്ടർ എപ്പോഴും മനസ്സിൽ കരുതുക. അപ്പോൾ എന്തെങ്കിലും ആ കമ്പനിക്കോ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ സംഭവിച്ചാൽ നമ്മളിട്ട പൈസ മുഴുവൻ പോകും. അതേസമയം ബാങ്കിൽ പലിശ കുറച്ച് കുറവാണെങ്കിലും സേഫ്റ്റി ഉണ്ട്. 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും